3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളത്. വളരെ പരിചിതമായ നമുക്ക് എവർക്കും മനഃപ്പാഠമായി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന തിരുവചനം. ബൈബിളിന്റെ ദൈവനിശ്വാസീയത എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രഥമ പരിഗണന കൊടുത്ത് വായിക്കേണ്ട വേദഭാഗം തന്നെയാണ്. നമ്മളിവിടെ വായിച്ചത് എല്ലാ തിരുവഴുത്തും ദൈവ നിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. ബൈബിൾ പൂർണ്ണമാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ, ചോദിക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ ഇച്ഛിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാകണമെന്ന് പ്രസ്താവനയിൽ ചിലപ്പോൾ അല്പം വാക്ക് തരംതാണോ പോകുമോ എന്ന് എനിക്കറിയില്ല. ആലുവ ചന്തയില് ഇന്ന് എത്ര കൊട്ട മത്തി വിറ്റു എന്ന് ചോദിച്ചാൽ ബൈബിളിൽ നമുക്ക് അതിന്റെ വിവരമൊന്നും അറിയാൻ പറ്റത്തില്ല. ലോകപ്രകാരം ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നതിന്റെ എല്ലാം വിവരങ്ങൾ വേദപുസ്തകത്തിൽ കാണണമെന്ന് ശഠിച്ചാൽ അത് വേദപുസ്തകത്തിൽ ഉണ്ടാകത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഭാഗം നമുക്കറിയാം. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടി രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും ഈ ലോകത്തിലെ പുസ്തകങ്ങൾ, പേപ്പറുകളെല്ലാം കൊണ്ടുവന്നാലും തികയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച് ഒരു മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്, ഒരു മനുഷ്യനെ തികവുള്ളതാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തിരുവചനത്തിലുണ്ട് എന്ന കാരണത്താൽ വേദപുസ്തകം പൂർണ്ണമാണ്. ഭാഗികമായ, നശ്വരമായ, പരാധീനതകൾ നിറഞ്ഞ, പരിമിതമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനെയും നിത്യതയിൽ ദൈവത്തോടൊപ്പം ഇരുത്തുമാറാക്കുന്ന ദൈവത്തിന്റെ വചനം. ആ നിലയിൽ മനുഷ്യനെ തികഞ്ഞവനാക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും, അവന് ഗുണീകരണത്തിനുള്ളതും ശാസനയ്ക്കുള്ളതെല്ലാം വേദപുസ്തകത്തിലുണ്ട് എന്ന ഒറ്റ കാരണത്താൽ തന്നെ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമാണ്. ബാക്കിയുള്ള വിശദീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ചിന്ത കുറച്ചും കൂടി നമ്മൾ വിശദീകരിക്കാതെ തന്നെ നമുക്കത് അല്പം കൂടി ആഴത്തിൽ ഗ്രഹിക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പൗലോസിന്റെ അഭിപ്രായം ദൈവവചനമായിട്ട് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? പൗലോസിന്റെ അഭിപ്രായം എങ്ങനെയാണ് ദൈവത്തിന്റെ വചനമാണ്? പൗലോസ് അത് പറയുന്നുണ്ടല്ലോ, എനിക്ക് കന്യകമാരെ പറ്റി കൽപ്പനയില്ല, ഞാൻ ഇതെന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ചിലരെങ്കിലും ചോദിക്കും, അതിനെ അഭിപ്രായമായി കണക്കാക്കിയാൽ പോരെ? നമുക്കറിയാം, അടിസ്ഥാന വേദോപദേശങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപദേശമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത്. മാനസാന്തരം, രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന യഹൂദന്മാരുടെ ചോദ്യത്തിന് അപ്പോസ്തലൻ പത്രോസ് നൽകുന്ന മറുപടിയിൽ ആദ്യം മാനസാന്തരം, രണ്ടാമത് ജലസ്നാനം, പിന്നീട് പരിശുദ്ധാത്മ സ്നാനം, അത് കഴിഞ്ഞ് വേർപാട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, പ്രാർത്ഥന, അപ്പം നുറുക്ക്, കൂട്ടായ്മ, ഇതെല്ലാം 7 or 8 ഉപദേശങ്ങൾ അവിടെ രേഖപ്പെടുത്തുമ്പോൾ, വേർപാട് ഉൾപ്പെടെ രേഖപ്പെടുത്തുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ജീവിതത്തിൽ, ആത്മിക വിഷയങ്ങളിൽ, ധാർമ്മിക വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ട സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ തിരിച്ചും മറിച്ചും നോക്കിയാൽ അതിന് മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല. അവിടെ വിശുദ്ധ ബൈബിളിന് നമുക്ക് നൽകാനുള്ള സന്ദേശം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള സന്ദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. അപ്പോസ്തലൻ എന്ന വാക്കിനെ ഞാൻ ദൈവം അയച്ച വ്യക്തി എന്ന നിലയിൽ അങ്ങ് എടുക്കുകയാണ്. ദൈവത്താൽ നിങ്ങൾക്കിടയിലേക്ക് അയക്കപ്പെട്ടവരോട് നിങ്ങൾ ആ വിഷയത്തിൽ ആലോചന ചോദിക്കുക. അപ്പോൾ
രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, രക്ഷാപൂർത്തി പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉപദേശപരമായ ആ ക്രമത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ആ വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗലോസ് അത് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മതിയാകും. ഞാൻ കന്യകമാരെ പറ്റി അഭിപ്രായം പറയുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ അവിടുത്തെ സഭയിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന നിർണായകമായ ഒരു വിഷയത്തിൽ അപ്പോസ്തലൻ മറുപടി പറയുകയാണ്. അതുകൊണ്ട് പൗലോസിന്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ അഭിപ്രായത്തെ എന്നല്ല, അവരുടെ ഉപദേശങ്ങളെ ദൈവ വചനമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വേദപുസ്തകം അങ്ങനെ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് തിരുവചനമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. പത്രോസിന്റെ ചില വാക്കുകൾ വായിച്ച് നമുക്കത് സ്ഥിരീകരിച്ച് മുന്നോട്ട് പോകാം. പത്രോസിന്റെ ലേഖനം, രണ്ടാമത്തെ ലേഖനം, 3-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളൊന്ന് വായിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇവിടെ പത്രോസ് പൗലോസിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അത് ചില ആളുകൾ അത് കോട്ടിക്കളയുകയാണ്. മറ്റ് തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലന്റെ ജ്ഞാനത്തിൽ അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളെ തിരുവെഴുത്തായി തന്നെ അംഗീകരിച്ചുകൊണ്ട് ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോസ്തലന്മാർക്കിടയിലെ യൂണിറ്റി ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പത്രോസ് അപ്പോസ്തലനെ ശക്തമായി ശകാരിച്ച പൗലോസ്, പക്ഷെ ഇവിടെ നോക്കിക്കേ, ആത്മീയ വിഷയങ്ങളിൽ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യത്തിൽ താൻ അഭിപ്രായം ശക്തമായി രേഖപ്പെടുത്തിയെങ്കിലും മറ്റൊരു സന്ദർഭത്തിൽ പത്രോസ് തിരിച്ച് പൗലോസിനെ ആ നിലയിലല്ല കാണുന്നത്. ദൈവപുരുഷനായി തന്റെ ഉപദേശങ്ങളെ ദൈവവചനമായി